ഉമ്മൻചാണ്ടി സാറിനെ പോലെ ഒരാൾ അണിഞ്ഞ വസ്ത്രത്തെ സംബന്ധിച്ച് ഇല്ലാത്തൊരു കഥ അവിടെ തയ്യാറാക്കി രേഖാമൂലം കുറിപ്പ് കൊടുത്തിട്ട് ആ കുറിപ്പ് അന്വേഷണ ഏജൻസികളുടെ മുമ്പിൽ തെളിവായി കൊടുക്കണമെന്ന് പരാതിക്കാരി വന്നു പറഞ്ഞപ്പോ അന്നത്തെ രാഷ്ട്രീയ വൈരാഗ്യം വെച്ചിട്ട് ഞാനും അങ്ങനെ തന്നെ പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു എന്ന് പറയുമ്പോൾ അതിന്റെയൊക്കെ പേരിൽ ഈ നാട്ടിൽ ആ പാവപ്പെട്ട സാറിന്റെ ചിത്രം വെച്ച് ആക്ഷേപിച്ചവർ, സൈബർ ലിഞ്ചിങ്ങിനെ സംബന്ധിച്ച് ഇന്ന് പരാതി പറയുന്നവർ, പരാതി കൊടുക്കുന്നവർ, ആക്ഷേപം ഉന്നയിക്കുന്നവർ, കേരള രാഷ്ട്രീയത്തിലെ സൈബർ ലിഞ്ചിങ്ങിന്റെ തുടക്കം ഈ സോളാർ കേസിൽ നിന്നാണ് എന്ന് ചരിത്രം പരിശോധിക്കുന്ന ഏതൊരാൾക്കും മനസ്സിലാവും. അതിന്റെ പേരിൽ ഉമ്മൻചാണ്ടി സാറുടെ മാസ്കും ഈ തട്ടിപ്പുകാരുടെ മാസ്കും വെച്ച് കൈകൾ കോർത്തു പിടിച്ച് ഈ തിരുവനന്തപുരത്തിന്റെ നഗരത്തിൽ മാർച്ച് നടത്തിയ ആളുകൾ, കേരളത്തിലെ മുഴുവൻ കവലകളിലും ആ മനുഷ്യനെ അപമാനിച്ച് ഇല്ലാ കഥകൾ ഫ്ലെക്സ് വെച്ച് പ്രചരിപ്പിച്ച ആളുകൾ, സൈബർ സ്പേസിലെ മുഴുവൻ ഇടങ്ങളിലും ആ മനുഷ്യനെ വ്യക്തിഹത്യ നടത്തിയ ആളുകൾ, അദ്ദേഹത്തിന്റെ കുടുംബത്തെ ഈ സഭയിലേക്ക് വലിച്ചഴിച്ച ആളുകൾ, ഈ വിവാദങ്ങളിലേക്ക് വലിച്ചഴിച്ച ആളുകൾ, 2 പെൺകുട്ടികളുടെ അച്ഛനെ ഇല്ലാ കഥകളുടെ പേരിൽ ക്രൂരമായി വേട്ടയാടിയ ആളുകൾ, PC ജോർജിനെ പോലുള്ള ഒരു പൊളിറ്റിക്കൽ വേസ്റ്റിന്റെ വാക്ക് കേട്ടിട്ട് പോലും ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന പൊതുപ്രവർത്തകനെ ഇതുപോലെ ആക്ഷേപിച്ചവർ, ഇതുപോലെ പരിഹസിച്ചവർ, ഈ സഭാ നടുത്തളം പോലും അതിനുവേണ്ടി ഉപയോഗിച്ചവർ, നിങ്ങൾ എന്താണ് കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുമ്പിൽ പറയാൻ പോകുന്നത്? നാളെ ഉമ്മൻചാണ്ടി നിങ്ങളോട് ക്ഷമിച്ചെന്നിരുന്നാൽ പോലും കേരളീയ പൊതുസമൂഹം ഈ ക്രൂരതക്ക് നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്ന കാര്യത്തിന്